സിറിയൻ ആക്രമണത്തിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയ ട്രംപ് അമേരിക്കയിൽ സന്ദർശനം നടത്താൻ നിർദ്ദേശിച്ചു. ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന പതിവ് വാർത്തയും വരുന്നുണ്ട്. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. പി പി ജെയിംസിനെ കാണാനില്ല എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വാർത്ത വരുന്നുണ്ടായിരുന്നു. പിന്നീടാണ് കണ്ടെത്തിയത്. എവിടെ പോയിരുന്നു? ഞാനിവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്, മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ സ്റ്റുഡിയോയില. SKN, ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ അല്പം വിള്ളൽ നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ സംഭവിച്ചത്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ തുറന്ന് പറയുന്നതിൽ യാതൊരു മടിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ കയറി വലിയ ആക്രമണം നടത്തി. ഒരു 13 പേർ അവിടെ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഈ ട്രംപ് അവിടുത്തെ പ്രസിഡന്റ് അഹമ്മദ് ഷറിയയെ അങ്ങോട്ട് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് സ്വീകരിച്ച് സിറിയയ്ക്ക് മുഴുവൻ പിന്തുണയും പ്രഖ്യാപിച്ച് നിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ആ സൗഹൃദത്തെ മറികടന്ന് ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത്. അതിനെതിരെയാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ചെയ്തത് ശരിയല്ല, അവർക്കൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ സിറിയയിൽ കയറി ആക്രമിച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് ട്രൂത്ത് സോഷ്യലിൽ കണ്ടപ്പോൾ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു ട്രംപിനെ, ടെലിഫോൺ സംഭാഷണം നടത്തി. അപ്പോൾ ട്രംപ് ഈ കുട്ടികൾക്കൊക്കെ ഗുണപാഠം ചെയ്യുന്ന പോലെ ഒരു കാര്യം താൻ ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ അമേരിക്കയിലേക്ക് സന്ദർശനം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മാസാവസാനം നെതന്യാഹു വീണ്ടും അമേരിക്കയിലേക്ക് പോകും. അപ്പോൾ ഈ സിറിയയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അമേരിക്ക തീരുമാനിക്കുകയും തകർക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ്. പ്രത്യേകിച്ച് അവിടെ റഷ്യ അനുകൂലിയായിട്ടുള്ള ബഷർ അൽ അസാദാണ് ഭരിച്ചിരുന്നത്. പക്ഷെ വിമത സേനയുടെ നേതൃത്വത്തിൽ അഹമ്മദ് ഷറയുടെ വിമത സേന വന്നപ്പോൾ അദ്ദേഹം റഷ്യയിലേക്ക് പറന്ന് രാഷ്ട്രീയ അഭയം തേടി. ഇപ്പോൾ അമേരിക്ക സിറിയയുമായിട്ട് ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇതേ അഹമ്മദ് ഷറയ്ക്ക് നേരത്തെ വിമത നേതാവായിരുന്ന കാലത്ത് തലയ്ക്ക് വില പറഞ്ഞ രാജ്യമാണ് അമേരിക്ക. അപ്പോൾ നിതാന്തമായിട്ട് ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നാണ് ട്രംപിൻ്റെ ഈ നിലപാട് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലി സേന ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തുന്നു. വെസ്റ്റ് ബാങ്കിൽ നിരവധി കുടിയേറ്റ മേഖലകളിൽ ആക്രമണം നടത്തി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ സംബന്ധിച്ചുള്ള കണക്കുകൾ വന്നിട്ടില്ല. എന്തായാലും അവിടെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രിയെ അഴിമതി കേസിൽ രക്ഷപ്പെടുത്താൻ പരസ്യമായി ഇസ്രായേലി പാർലമെന്റായ നെസറ്റിൽ പോയി സംസാരിച്ച ആളാണ് ട്രംപ്. എന്ന് മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇസ്രായേലി പ്രധാനമന്ത്രി പ്രസിഡന്റിന് ഐസക് ഹെർസോഗിന് മാപ്പപേക്ഷ നൽകിയത്. അതിൻ്റെ തൊട്ടു പിന്നാലെ ആണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ആയിട്ട് സംസാരിച്ചപ്പോൾ അതികർശനമായിട്ടുള്ള ഒരു താക്കീത് സിറിയയുടെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. സിറിയയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധം വേണം, അവർ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ തന്നെ 13 മിലിറ്ററി പോസ്റ്റുകൾ കയറി സിറിയയുടെ പ്രദേശത്തേക്ക് കയറി നിൽക്കുകയാണ് ഇസ്രായേൽ സേന. പി പി ജെയിംസ്, ഇപ്പോൾ മറ്റൊരു വാർത്ത ഈ പ്രഭാതത്തിൽ വന്നത് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയോട് കുടുംബത്തോടൊപ്പം രാജ്യം വിട്ടുപോകാൻ അമേരിക്കൻ പ്രസിഡന്റ് അന്ത്യശാസനം കൊടുത്തു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നുണ്ടായിരുന്നു. കരീബിയൻ കടലിൽ വെനസ്വേലിയൻ ബോട്ടുകൾ അമേരിക്കൻ സേന ആക്രമിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തിയെന്നും വാർത്തയുണ്ട്. പക്ഷേ നേരത്തെ വാർത്ത വന്നതാണ്. ഇതിലെ അമേരിക്കൻ കോൺഗ്രസിലെ പല അംഗങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചു. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലാണ് അമേരിക്കൻ രാഷ്ട്രപതി ഇടപെടുന്നത് എന്ന രീതിയിലുള്ള വിസമ്മതം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മഡൂറോ പറഞ്ഞിട്ടുണ്ട്, രാജ്യം വിട്ടൊന്നും അങ്ങനെ പോകാനൊന്നും ഞാൻ തയ്യാറല്ല, അമേരിക്കൻ പ്രസിഡന്റ് അന്ത്യശാസനം കേട്ടൊന്നും ഞാൻ മുട്ടുമടക്കില്ല എന്ന രീതിയിൽ മഡൂറോയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ബിബി? വെനിൻസുലയുടെ കാര്യം പറയുമ്പോൾ ഓർക്കേണ്ട രണ്ട് രാജ്യങ്ങൾ. ലിബിയയിൽ നിന്ന് അമേരിക്ക ഇടപെട്ടാണ് ബറാക്ക് ഒബാമയുടെ കാലത്ത് മുഹമ്മർ ഗദാഫിയെ ഒളി സങ്കേതത്തിൽ നിന്നും ഇഴച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത്. ഇറാഖിൽ സദാം ഹുസൈനെ ഇതേ രീതിയിൽ തന്നെ ഒളി കേന്ദ്രത്തിൽ നിന്ന് വലിച്ചഴച്ചാണ് കൊണ്ടുപോകുന്നത്. ഇന്ത്യക്ക് ദൃശ്യങ്ങൾ വന്നതാണ്. പിന്നീട് രണ്ടുപേരെയും കൊലപ്പെടുത്തി. അപ്പോൾ ഇന്നിപ്പോൾ വെനിൻസുലൻ പ്രസിഡന്റ് നിക്കോളായ് മഡുറോയ്ക്കെതിരെയാണ് അമേരിക്കയുടെ നീക്കം. ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും എണ്ണ സമ്പന്നമായ രാജ്യമാണ് വെനിൻസുവേല. ആ രാജ്യത്തിലെ പ്രസിഡന്റ്, പ്രത്യേകിച്ച് ഹ്യൂഗോ ഷാവേസിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന നിക്കോളായ് മഡുറോയാണ് അവിടെ പ്രസിഡന്റായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണം ഏകാധിപത്യ ഭരണമെന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് അവിടെ വലിയ പ്രക്ഷോഭം നടന്നത്. ആ പ്രതിപക്ഷ നേതാവ്
മരിയ കൊറോനയ്ക്കാണ് ഇത്തവണത്തെ നൊബേൽ സമാധാന സമ്മാനം ലഭിച്ചത്. ട്രംപ് ആഗ്രഹിച്ചു, പക്ഷേ ട്രംപിനെ അനുകൂലിക്കുന്ന പ്രതിപക്ഷ നേതാവിന് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതിനിടയിലാണ് SKN ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ ആഴ്ചകളായിട്ട് അവിടുത്തെ ബോട്ടുകൾ, കരീബിയൻ കടലിൽ വെനിൻസുലയുടെ ബോട്ടുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10-12 ബോട്ടുകൾ പല തവണകളായിട്ട് അമേരിക്കയുടെ US നാവികസേന ആക്രമിച്ചു. ഏതാണ്ട് 50-ലേറെ പേർ ഈ പല സംഭവങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ അമേരിക്കൻ കോൺഗ്രസിലെ പല അംഗങ്ങളും, അത് ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും രംഗത്ത് വന്നിരിക്കുന്ന ഒരു സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യത്ത് കയറി ആക്രമണം നടത്തുന്നത് അമേരിക്കയുടെ പ്രൗഢിക്ക് ചേർന്നതല്ല. ട്രംപ് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് അധികാരം ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇതിന് US കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് ജനപ്രതിനിധി സഭയുടെയും സെനറ്റിൻ്റെയും അംഗീകാരം വേണം. ഇല്ലാതെ ട്രംപിന് ഏകപക്ഷീയമായി ഇങ്ങനെ ചെയ്യാനാവില്ല. ഈ മഡൂറോയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന പല കാര്യങ്ങളെയും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി എതിർക്കുന്നു. ട്രംപ് പറയുന്നത് അവിടെ നിന്നാണ് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് വരുന്നത്, അത് തടയാൻ ഈ തരത്തിലുള്ള ആക്രമണം കൂടിയേ തീരൂ എന്നുള്ള തരത്തിലാണ്. അവിടെ നമ്മൾ പറഞ്ഞ പോലെ SKN ഏതാണ്ട് 15,000 US സേന, 10-ലേറെ യുദ്ധക്കപ്പലുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പലായിട്ടുള്ള US എന്റർപ്രൈസ് അടക്കം എല്ലാം അവിടെ അണിനിരന്നിരിക്കുകയാണ്. ഏത് സമയോടെ കയറി ആക്രമിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. ജെയിംസെ, തിരുവനന്തപുരം നഗരമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് വേഗം മടങ്ങി വരിക. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. എന്തോ പറഞ്ഞു, എൻ്റെ ചീത്ത വിളിച്ചായിരിക്കും. എന്താ VP ജെയിംസ് പറഞ്ഞത്? ഇല്ല, ഞാൻ പറഞ്ഞതേ നമ്മൾ രണ്ടുപേരും 25 വർഷത്തിലേറെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. അതിനേക്കാൾ കാണാനില്ല. മറ്റൊരു കാര്യം കൂടി, PP ജെയിംസിനെ കാത്ത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരാൾ നിൽപ്പുണ്ട്. അയാളെ കാണണം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ്. അതാരാണെന്ന് ചോദിച്ചാൽ സസ്പെൻസ് പൊളിയില്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.